ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനൽ തന്നെ മുമ്പ് ആമസോൺ പേ ലെറ്റർ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം തന്നെ ഈ ആമസോൺ പേ ലെറ്റർ വഴി എങ്ങനെ ഒരു മൊബൈൽ ഫോൺ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഇട്ടു. ശേഷം നമ്മൾ ആമസോൺ പേ ലെറ്റർ വഴി നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് എങ്ങനെയാണ് മന്ത്ലി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആമസോൺ പേ ലെറ്റർ വഴി നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. സോ ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ അവസാന സമയം എന്ന് പറയുന്നത് എല്ലാ മാസവും 5-ാം തീയതിയാണ്. ഈ ഒരു 5-ാം തീയതിക്ക് ആയ സമയത്തും നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് പിന്നീട് നമുക്ക് സംഭവിക്കുക? നമുക്ക് ഈ ഫീസ് വരുമോ, അതും നമ്മുടെ ഈ അക്കൗണ്ട് ബാൻ ആവുമോ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംശയങ്ങളുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഇൻസ്റ്റാ വഴി ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആമസോൺ പേ ലെറ്റർ വഴി ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. സോ നിങ്ങൾ 5-ാം തീയതി ആയിട്ടും നിങ്ങൾ 5-ാം തീയതി കഴിഞ്ഞു, എന്നിട്ടും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. സോ പിന്നീട് നിങ്ങൾക്ക് 7th വരെ, അതായത് 2 ദിവസം കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ദിവസങ്ങളായിട്ട് ഡേയ്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 ദിവസം നിങ്ങൾക്ക്, അതായത് മാർച്ച് 5-ാം തീയതി, ഇപ്പോൾ ഈ ഒരു മാസം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് 5-ാം തീയതി സോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ മാർച്ച് 7th വരെ നമുക്ക് ടൈം കിട്ടും. സോ ഈ ടൈം എന്ന് പറയുന്നത് നമുക്ക് വിത്ത് ഫൈനോട് കൂടിയാണ് നമ്മൾ ഈ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ എത്രയാണ് ഫൈൻ വരിക? അപ്പോൾ നമ്മൾ അത് ഫൈൻ വരുന്നത് നമ്മുടെ പർച്ചേസ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ അനുസരിച്ചാണ്. ഓക്കെ, എമൗണ്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈൻ വരുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ്, എത്രത്തോളം ഫൈനാണ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും 5-ാം തീയതിക്ക് മുമ്പായി തന്നെ എമൗണ്ട് ചെയ്യാൻ നോക്കുക, അതായത് പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുക, റീപേയ്മെൻറ്റ്. സോ ഇനി നിങ്ങൾ മാർച്ച് 7th ആയി, എന്നിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആമസോൺ പേ ലെറ്റർ അക്കൗണ്ട് ബാൻ ആവാനും നിങ്ങൾക്കെതിരെ ചിലപ്പോൾ കേസ് ഉണ്ടാകാനും ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, നിങ്ങളുടെ സിബിൽ സ്കോറിന് ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് എടുത്തുകൊണ്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിബിൽ സ്കോറിന് ഏറ്റവും കൂടുതൽ ബാധിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. സോ ഈ ഒരു സിബിൽ സ്കോർ നിങ്ങൾക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്ന്, ഇതിപ്പം നമ്മൾ ഫിസിക്കലി നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ EMI ആയിട്ട് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നമ്മളെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും ഈ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് എത്രത്തോളമാണ് ഫൈൻ വരുന്നത്, നമ്മൾ എത്രത്തോളം എമൗണ്ട് ബേസ് ചെയ്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫൈൻ വരുന്നത്. അപ്പം എത്രത്തോളമാണ് ഫൈൻ എന്ന് നോക്കാം, ഫൈൻ കിട്ടുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ വാല്യൂ 200 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനില്ല. ഫൈൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മാർച്ച് 7th വരെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഫൈൻ ഇല്ലാതെ തന്നെ 0 ഫൈനിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5-ാം തീയതി ആയി. സോ ഞാനൊരു 150 രൂപയ്ക്കുടെ ഒരു പ്രൊഡക്റ്റാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 200, അതായത് നിങ്ങൾക്ക് മാർച്ച് 7th വരെ 200 രൂപയുടെ താഴത്തോട്ടുള്ള എമൗണ്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീസില്ലാതെ തന്നെ നിങ്ങൾക്ക് മാർച്ച് 7th വരെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നിങ്ങൾ ഡിലേ ആക്കി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അത് നിങ്ങളുടെ സിബിൽ സ്കോറിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൊന്നും വരാൻ ചാൻസ് ഇല്ല. എന്നാൽ പോലും നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ ആ ഒരു എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ പർച്ചേസ് ചെയ്ത എമൗണ്ട് 250 രൂപക്കും 1000 രൂപക്കും ഇടയിലാണെന്നുണ്ടെങ്കിൽ, 500 അല്ല 1000 രൂപയ്ക്ക് ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫൈൻ, അതായത് ഈ മാർച്ച് 7th കൂടെ, അതായത് 7-ാം തീയതിയോട് കൂടെ നിങ്ങൾക്ക് 125 രൂപയും കൂടി എക്സ്ട്രാ നിങ്ങൾ ഫൈൻ ആയിട്ട് എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, റീപേയ്മെൻറ്റ്. ഇനി നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 1000-നും 5000-നും ഇടയിലുള്ള എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന ഫൈൻ എന്ന് പറയുന്നത് 250 രൂപയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ മാർച്ച് 5th, എല്ലാ മാസവും 5th പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 7th വരെ നിങ്ങൾക്ക് ഈ ഒരു ഫൈനോട് കൂടി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് നിങ്ങളുടെ സിബിൽ സ്കോറിന് ബാധിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ 5000-നും 20000 രൂപയുടെയും ഇടയിലുള്ള ഒരു എമൗണ്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന ഫീസ് 425 രൂപയാണ് നിങ്ങളുടെ ഫീസ് വരുന്നത്.
ഓക്കെ 425 രൂപ. സോ ഇനി നിങ്ങൾ അത് 20,000 മുകളിലെ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു പ്രൊഡക്റ്റ് ആണം എന്നില്ല, നിങ്ങളൊരു മന്ത്ലി പേയ്മെൻറ്റ് ചെയ്യുന്നത് 20,000 രൂപയുടെ, അതായത് നിങ്ങൾ ഒരുപാട് ഇപ്പോൾ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി 5,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ നമ്മളൊരു 5,000 രൂപയുടെ വേറെ പ്രൊഡക്റ്റ് വാങ്ങി, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും നിങ്ങൾ ഒരു മന്ത്ലി നിങ്ങൾക്ക് 20,000 പേയ്മെൻറ്റ് ചെയ്യാനുണ്ടോ. എന്നാൽ ഈ 20,000 റീപേയ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ മാർച്ച് 7-നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 425 രൂപയാണ് പേയ്മെൻറ്റ് എടുക്കുക. ഇനി 20,000 മുകളിലോട്ടാണ് നിങ്ങളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ആ ഒരു 20,000 മുകളിലാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 600 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആമസോൺ പേ ലെറ്ററുമായി വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ റീപേയ്മെൻറ്റ് നിങ്ങൾ ഡിലേ ആയിക്കഴിഞ്ഞാൽ എടുക്കുന്ന ഫീസും കാര്യങ്ങളൊക്കെ ഇതാണ്. സോ ഇനി നിങ്ങൾ വിചാരിക്കും ഇത് എൻ്റെ ഒരു കൺസെപ്റ്റാണ്, എന്നാലല്ല, ഇത് ആമസോൺ തന്നെ നമുക്ക് ഇമെയിലായിട്ട് അയച്ചു തന്നിട്ടുള്ള ഒരു പ്രൂഫാണ് നിങ്ങൾ ഈ ഒരു സൈഡിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ആമസോൺ പേ ലെറ്റർ വഴി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർച്ച് 5-നുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എമൗണ്ട് റീപേയ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള ഉപകാരമുള്ള യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻസ്റ്റ വഴി മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.